നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയെന്ന് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നതായി ആക്ഷേപം. The Chief Election Commissioner of India, Gyanesh Kumar, needs to stop protecting the people who are destroying Indian democracy. We have given you 100% bulletproof proof here. It cannot be doubted. You have seen it with your own eyes. വോട്ട് ചോരിയിൽ ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേയുള്ളൂവെന്നും രാഹുൽ. പ്രതിപക്ഷ നേതാവിനെ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും. എ.കെ. ആന്റണിയുടെ വെളിപ്പെടുത്തലിൽ രാഷ്ട്രീയ പോര. ശിവഗിരിയിൽ നടപ്പാക്കിയത് കോടതി ഉത്തരവെന്ന് സ്വാമി സച്ചിദാനന്ദ. നടന്നത് നരനായാട്ടെന്ന് സ്വാമി ശുഭകാനന്ദ. മുത്തങ്ങയിൽ അനുഭവിച്ച വേദനയ്ക്ക് മാപ്പില്ലെന്ന് സി.കെ. ജാനു. കൈയൊഴിഞ്ഞത് ആരൊക്കെയെന്ന് ആന്റണി തുറന്നു പറയണമെന്ന് എം. ഗീതാനന്ദൻ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ലെന്ന് ആന്റണി. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗത്തിൽ ഉടമകൾക്ക് തിരിച്ചടി. 24 മണിക്കൂറും യാത്രക്കാർക്ക് തുറന്നു നൽകണമെന്ന് ഹൈക്കോടതി. ദേശീയപാത അതോറിറ്റിക്കും വിമർശനം. പാലിയേക്കര ടോൾ പിരിവിന് സ്റ്റേ തുടരും. തുടർച്ചയായ 3-ാം ദിവസവും നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച. വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെടുന്നില്ലെന്ന് പ്രതിപക്ഷം. ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തിയ കാലമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. കെ.എസ്.യു നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ശവപ്പറമ്പായി ഗാസ. ശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. കുട്ടികളുടെ ആശുപത്രി ഭാഗികമായി തകർന്നു. അപലപിച്ച് ഐക്യരാഷ്ട്ര സംഘടന. മരണസംഖ്യ 65,000 കടന്നു. നിർണായക പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച് സൗദിയും പാകിസ്ഥാനും. ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചാൽ സംയുക്ത പ്രതിരോധത്തിന് ധാരണ. കരാറിന്റെ പ്രത്യാഘാതം പരിശോധിക്കുകയാണെന്ന് ഇന്ത്യ. ഏതെങ്കിലും രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ള കരാർ അല്ല എന്ന് സൗദി. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നീരജ് ചോപ്രയ്ക്ക് നിരാശ. ജാവലിൻ ഫൈനലിൽ നീരജ് 8ാമത്, സച്ചിൻ യാദവ് 4ാമത്. 6.5 फीट लंबे हैं सचिन. उम्मीदें बहुत हैं आपसे. क्या बात है सचिन यादव. 3.5 വർഷത്തിന് ശേഷം ലോക റാങ്കിങ്ങിലെ 1-ാം സ്ഥാനത്ത് നിന്ന് വീണ് അർജന്റീന. സ്പെയിൻ 1ാമത്. നിർണായക പ്രതിരോധ കരാർ ഒപ്പുവെച്ച സൗദിയും പാകിസ്ഥാനും. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ സംയുക്ത പ്രതിരോധത്തിന് ധാരണയാകും എന്നുള്ളതാണ് ആ കരാറിന്റെ പ്രത്യാഘാതം പരിശോധിക്കുകയാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് സംഘടിതമായ വോട്ടർ പട്ടിക അട്ടിമറിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കൂട്ടുനിൽക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കോൾ സെന്ററുകളിൽ ഇരുന്ന് സംഘടിതമായി വോട്ട് കൂട്ടിച്ചേർക്കുകയും വെട്ടിമാറ്റുകയും ചെയ്യുന്നു. ഈ ഫോൺ നമ്പറുകളുടെ IP വിലാസം കർണാടക CID 18 തവണ പരിശോധിച്ചിട്ടും നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. That the Chief Election Commissioner of India, Gyanesh Kumar, needs to stop protecting the people who are destroying Indian democracy. We have given you 100% bulletproof proof here. It cannot be doubted. You have seen it with your own eyes. Right? EC has to release this data of these phones, these OTPs, within a week. Otherwise, we will know for sure that Gyanesh Kumar is protecting the people who are destroying and attacking the Constitution. Thank you. കർണാടകയിലെ അലിഗഡിൽ 6018 വോട്ടുകൾ വെട്ടിമാറ്റിയതിന്റെ തെളിവുകളും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ നിരത്തി. കർണാടകയ്ക്ക് പുറത്തുനിന്നുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നും മൊബൈൽ ഫോണുകൾ വഴിയാണ് ഇത് ചെയ്തത്.
ഇങ്ങനെ പേര് ഒഴിവാക്കാൻ അപേക്ഷ നൽകിയെന്ന് പറയുന്നവർ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇവരിൽ ചിലരെയും വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കി. Anand is constituency in Karnataka, 6,018 votes. Somebody tried to delete 6,018 votes. We don't know the total number of votes that were deleted in Anand in the 23 election. They are much higher than 6,018. Neither did the person deleting the vote know, nor did the person whose vote was deleted know. Some other force hijacked the process and deleted vote. And as luck would have it, got caught. It was done targeting Congress voters. So this was not random. We will show you again that these deletions were specifically targeting booths where the Congress party was winning. വോട്ട് ചോരിയിൽ ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേയുള്ളൂവെന്നും ഇപ്പോഴുള്ളത് അതിന്റെ അടിത്തറ ഒരുക്കൽ മാത്രമാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ये एच बॉम्ब तो नहीं है, एच बॉम्ब आ रहा है, हाइड्रोजन बॉम्ब आ रहा है. ये एक और उदाहरण है वोट चोरी का. पिछली बार मैंने आपको एडिशंस के बारे में बताया था, ये हम आपको डिलीशंस के बारे में दिखा रहे हैं और सबूत के साथ हम आपको दिखाएंगे कि ये जो डिलीशंस हुए हैं ये सेंट्रलाइज तरीके से कॉल सेंटर के प्रयोग करके, सॉफ्टवेयर के प्रयोग करके किए गए. हमारे पास इस प्रेजेंटेशन में जो मैंने आपको भी दिखाया 100% सबूत है, प्रूफ है कि ज्ञानेश कुमार जी हिंदुस्तान के चीफ इलेक्शन कमिश्नर वोट चोरों की रक्षा कर रहे हैं और ये मैं आपको अभी दिखाने जा रहा हूं. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച വിമർശനങ്ങൾ പ്രതിരോധിച്ച AK ആന്റണി സ്വയം രംഗത്തെത്തിയതോടെ വിശദീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ നിയമസഭയിൽ മുഖ്യമന്ത്രി അവസാനം പ്രസംഗിക്കുന്നതിനാൽ ആണ് ഇടപെടാൻ കഴിയാത്തത് എന്നും പ്രതിപക്ഷ നേതാവ് എതിർപ്പ് ഉയർത്തിയിരുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അല്ല, അത് പ്രതിരോധിക്കേണ്ട കാര്യം റെക്കോർഡില്ല അവിടെ നിൽക്കുന്നത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് വളരെ ശക്തിയായി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം മറ്റാളുകൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ പ്രസംഗത്തിന്റെയും അവസാനമല്ലേ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്റർഫിയർ ചെയ്യാനുള്ള അധികാരമുള്ള അവകാശമുള്ള പ്രിവിലേജുള്ള പ്രതിപക്ഷ നേതാവ് അതിനെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എതിർത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല, എതിർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രസംഗിച്ച അവസാനമാണ്. ആ പ്രസംഗത്തിനിടയിൽ ഇന്റർഫിയർ ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടുമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് AK ആന്റണിക്ക് തന്നെയാണ്. അതാണ് ആന്റണി തന്നെ പ്രതികരിച്ചത് എന്ന് K മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനെ കുറിച്ച് നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അതല്ലാതെ നിയമസഭയിൽ ആരും പ്രതിരോധിക്കാനില്ലാത്തതുകൊണ്ടല്ല. അദ്ദേഹത്തിനാണല്ലോ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയാം. കാരണം നിലവിലുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ആ സമയത്താണ് അവിചാരിതമായിട്ട് മുത്തങ്ങ സംഭവങ്ങളും അതുപോലെ തന്നെ ശിവഗിരി സംഭവമൊക്കെ പ്രതിപാദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനത്ര വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കൊടുത്തിരുന്നില്ല. ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. പക്ഷേ മിനിഞ്ഞാന്നത് മുഖ്യമന്ത്രി ആവർത്തിച്ച സ്ഥിതിക്ക് ഇന്നലെ AK ആന്റണി മറുപടി പറഞ്ഞു. പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിനിടയിൽ ആന്റണി സർക്കാരിന്റെ കാലത്ത് മുത്തങ്ങ വെടിവെപ്പും അതോടൊപ്പം ശിവഗിരിയിൽ നടന്ന പോലീസ് ഇടപെടലും അടക്കം വിമർശനമായി ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി നൽകാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകാതിരിക്കുകയും അതിന് പിന്നാലെ AK ആന്റണി തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് ഇതിൽ വിശദീകരണം നൽകുകയും ചെയ്തതോടെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചതിനെ അനുകൂലിച്ചും അത് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച കൊണ്ടാണ് എന്ന തരത്തിൽ വിമർശനമുന്നയിച്ചും മറുവിഭാഗം നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ബഹുഭൂരിപക്ഷം നേതാക്കളും ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചതോടെ കോൺഗ്രസ് ക്യാമ്പിന് അത് ആവേശം പകർന്നെന്നും
തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന പാർട്ടിക്ക് ആന്റണിയുടെ സജീവമായ സാന്നിധ്യം ഊർജം പകരുമെന്നുമുള്ള വിലയിരുത്തലാണ്. അതേസമയം ഇതിനെ എതിർക്കുന്നവർ സഭയിൽ ഇത്രയധികം നേതാക്കന്മാർ ഉണ്ടായിരുന്നിട്ടും AK ആന്റണിയെ പോലെ ഒരു മുതിർന്ന നേതാവിനെതിരെ ഇങ്ങനെ പരോക്ഷമായി മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിൽ കൃത്യമായി മറുപടി നൽകാൻ സഭയ്ക്കകത്തോ പുറത്തോ തയ്യാറാകാതിരുന്നത് വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് 85-കാരനായ ആന്റണിക്ക് നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് അതിൽ വിശദീകരണം നൽകേണ്ട ഒരു അവസ്ഥയുണ്ടായത് എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും AK ആന്റണി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ താൻ റിട്ടയർമെന്റിലേക്കൊന്നും കടന്നിട്ടില്ല, താൻ സജീവമല്ലായിരുന്നു എന്നേ ഉള്ളൂ, പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്നൊരു സൂചന നൽകുന്ന തരത്തിലേക്ക് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിൽ നിലവിൽ ഒരു മാസ് ലീഡറുടെ അഭാവം ഉണ്ട് എന്നൊരു പൊതുവിലയിരുത്തൽ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുണ്ട്. കാരണം സർവസമ്മതനായ ഒരു നേതാവാണ് AK ആന്റണി. അങ്ങനെ ഒരാൾ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന പാർട്ടിയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അതിനെയെല്ലാം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ, പ്രവർത്തകരെയും നേതാക്കളെയും ഒറ്റക്കെട്ടായി നയിക്കാൻ AK ആന്റണിയുടെ സജീവമായ സാന്നിധ്യത്തിന് കഴിയും എന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ആന്റണി തുടക്കമിട്ടിരിക്കുന്നത് ഒരു വാർത്താ സമ്മേളനം എന്നതിന് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സജീവമായ ഇടപെടലുകളുടെ ഒരു തുടക്കം കൂടിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. AK ആന്റണിക്കെതിരെ ശിവഗിരി മഠം. ശിവഗിരിയിൽ നടന്നത് നരനായാട്ടെന്ന മഠം ജനറൽ സെക്രട്ടറി ശുഭങ്കാനന്ദ. ശിവഗിരിക്കും ഒരിക്കലെങ്കില്ല ആന്റണി ഖേദം പ്രകടിപ്പിച്ചിരുന്നു, എന്നാലും അത് മാറില്ല എന്ന് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി പറഞ്ഞു. 5 ഒക്ടോബർ 11 ശിവഗിരി പോലീസ് ആക്ഷൻ ഉണ്ടായത്. അന്ന് ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം പോലീസ് നടപടി നരനായാട്ടാണ് എന്ന് പറയുകയുണ്ടായത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, ഒരു നരനായാട്ടായിരുന്നു. പക്ഷേ 2001 ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി വരികയും ആദ്യമേ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ശിവഗിരിയിൽ നടന്ന ശിവഗിരിക്കേറ്റ മുറിവ്, ഗുരുദേവ വിശ്വാസികൾക്കേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങുന്നതല്ല. അത്രമാത്രം ഒരു അതിക്രമമാണ് ഈ ആരാധനാലയത്തോട്, പ്രത്യേകിച്ച് മതേതര കേന്ദ്രത്തോട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. ഭൂമിക്ക് വേണ്ടിയാണ് സമരം നടത്തിയത് എന്നും ഇന്നും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നും CK ജാനു. ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. ആദിവാസികളുടെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും കരാർ ഉണ്ടാക്കിയതും ആന്റണിയാണ് എന്നും ജാനു പറഞ്ഞു. ഞങ്ങള് കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമിക്ക് വേണ്ടിയാണ് സമരം നടത്തിയത്. ആ പ്രശ്നം ശരിക്കും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ അങ്ങനെ കിടക്കുവാണ്. അതിനൊരു പരിഹാരമാണ് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടത്. അത്തരം ഒരു പരിഹാരം കിട്ടുമ്പോ ആദിവാസിയായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടാലും വേദന അനുഭവിച്ചാലും ഞങ്ങൾക്ക് ഭൂമി കിട്ടി, ഞങ്ങൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവും എന്നുള്ളത് അവർ വിചാരിച്ച് അവർ മനസ്സുകൊണ്ടും മാപ്പ് കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് അവർക്ക് വരാൻ സാധിക്കും. അത്തരം ഒരു ഇടപെടൽ നടത്താതെ ഉള്ള ഒരു മാപ്പ് പറച്ചില്, അത് ശരിക്കും ഇത്രയും പീഡനം അനുഭവിച്ച ആളുകളുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞിട്ട് എന്താണ് ശരിക്കും പ്രയോജനം? അതിനെങ്ങനെയാണ് ശരിക്കും തിരിച്ചു മാപ്പ് കൊണ്ട് ഈ വേദനയുടെ വ്യാപ്തിയെ നമുക്ക് ചുരുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ശരിക്കും അത് അതുപോലെ തന്നെ നിൽക്കുകയല്ലേ. മുത്തങ്ങയിലെ പോലീസ് നടപടിയുടെ യഥാർത്ഥ ഉത്തരവാദി വനമന്ത്രിയായിരുന്നുവെന്ന് K സുധാകരൻ എന്ന മുത്തങ്ങ സമര നേതാവ് M ഗീതാനന്ദൻ ന്യൂസ് 18നോട്. കൈയൊഴിഞ്ഞത് ആരൊക്കെയെന്ന് ആന്റണി തുറന്നു പറയണം എന്നും M ഗീതാനന്ദൻ ആവശ്യപ്പെട്ടു. മുത്തങ്ങയിലെ പോലീസ് നടപടിയിൽ കോൺഗ്രസും ഇടതുപക്ഷവും ആദിവാസികളോട് മാപ്പ് പറയണമെന്നും ഗീതാനന്ദൻ പ്രതികരിച്ചു. എന്തായാലും മുത്തങ്ങ സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട് എന്ന് AK ആന്റണി സാർ സംസാരിച്ചത് എന്തായാലും നല്ലൊരു കാര്യം തന്നെ. പക്ഷേ ആ സംഭവത്തെ വെടിവെപ്പിനെയും അതിൻ്റെ ഭീകരതയൊക്കെ മറ്റു രീതിയിൽ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആന്റണി സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും UDFും ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ പൊതുവിൽ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം മുത്തങ്ങയിലെ ആദിവാസികളോട് പൊതുമാപ്പ് പറയേണ്ടതാണ്. അത്ര ചരിത്രവിരുദ്ധവും ഭീകരവുമായ ഒരു നരവേട്ടയാണ് 2003, 17, 18, 19 ദിവസങ്ങളിലും തുടർന്നും വയനാട്ടിൽ നടന്നത്.
വിലക്കയറ്റം തടയുന്നതിലും വിപണി ഇടപെടലിലും സർക്കാർ പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം. ഓണക്കാലത്ത് പോലും വിപണി ഇടപെടൽ കാര്യക്ഷമമായിരുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഒരു ഗവൺമെന്റിനോട് ഞങ്ങളുടെ ചോദ്യം, സാർ 1 മാസമല്ല 2 മാസമല്ല, തുടർച്ചയായി 8 മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ 1ാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതില് എന്താണ് സാർ പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത്? 1 മാസം യാദൃശ്ചികമായി സംഭവിച്ചു, നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത സാഹചര്യങ്ങൾ വന്നു. 8 മാസമായിട്ട് ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് വിലക്കയറ്റ തോതിൽ ഒരു സംസ്ഥാനം നിൽക്കുകയാണ് സാർ. തുടർച്ചയായ 3ാം ദിവസമാണ് സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന റൂൾ 50 നോട്ടീസ് ചർച്ചയ്ക്കെടുത്തത്. ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തിയ വർഷമാണ് എന്നും പ്രതിപക്ഷ നേതാവ് തന്നെ ഇക്കാര്യം മുൻപ് സമ്മതിച്ചതാണ് എന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. ഏറ്റവും വിജയകരമായ വിപണി ഇടപെടൽ നടന്ന കാലഘട്ടമാണ് കഴിഞ്ഞ നാളുകൾ. സാർ, ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം നന്നായിട്ട് ജനങ്ങൾ അനുഭവിച്ചതുമാണ്. എന്നാൽ എന്താണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുത്തതെന്ന് അറിയില്ല. ഓണവിപണി ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തിയതല്ലാതെ പ്രസംഗിച്ചിട്ട് പോലും ഇല്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പ്രസംഗത്തിന്റെ ശബ്ദരേഖ അയക്കാമെന്ന് മന്ത്രിയും പറഞ്ഞു. കണക്ക് നിരത്തി ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷത്തിന് വ്യക്തമായ മറുപടി നൽകാൻ പോലും മന്ത്രി തയ്യാറായില്ല എന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് KSU നടത്തിയ സംഘർഷം. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലുകളും കമ്പുകളും വലിച്ചെറിഞ്ഞു. നിയമസഭാ മാർച്ചിന് ശേഷം KSU പ്രവർത്തകർ അപ്രതീക്ഷിതമായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഈ വിവരം പോലീസിന് മുൻകൂട്ടി ലഭിച്ചിരുന്നില്ല. 2 വാഹനങ്ങളിൽ എത്തിയ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിച്ചു. സംഘർഷം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നാലെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാഹുലിനെ സന്ദർശിച്ചു. സൗഹൃദത്തിന്റെ പേരിലായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് നേതാക്കളുടെ വിശദീകരണം. അതേസമയം മണ്ഡലത്തിലേക്ക് രാഹുലിനെ എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി എന്നാണ് സൂചന. ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. നിയമസഭയിലും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം രാഹുലിനോട് അകലം പാലിച്ചു. എന്നാൽ രാഹുലിനെ പിന്തുണയ്ക്കാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാഹുലിനെ സന്ദർശിച്ചു. രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടും MLAക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള പ്രതിരോധവും സന്ദർശനത്തിൽ ചർച്ചയായതായാണ് സൂചന. എന്നാൽ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് MLAയെ കണ്ടതെന്നും രാഷ്ട്രീയ ചർച്ച നടന്നിട്ടില്ലെന്നുമാണ് നേതാക്കളുടെ വിശദീകരണം. മലമ്പുഴ വെള്ളം മലിനമാക്കപ്പെടും, വിഷാംശം കലർത്തപ്പെടും. അപ്പോൾ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങളാണ് ആ വെള്ളം ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നത്. അതിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണം. പറയുന്നു അതിന് അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണം എന്ന് പാലക്കാട് MLAയോട് ഇപ്പൊ ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കുന്ന ആളാണ്. അത് കാരണം പാലക്കാട് MLA എന്ന നിലയ്ക്ക് നിങ്ങൾ ഇതിൽ അടിയന്തര പ്രാധാന്യം നൽകി ഇടപെടണം. നിയമസഭാ സമ്മേളനം കഴിയുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾക്ക് പോയി അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. KPCCയുടെയും DCCയുടെയും തീരുമാനപ്രകാരമേ രാഹുലിന് പിന്തുണ പ്രഖ്യാപിക്കൂവെന്നും നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന്റെ വാക്കും DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും പറയാണ് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കണം എന്ന് പറഞ്ഞാൽ ഏത് BJPക്കാരനെ എതിർത്താലും ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയും. ഇല്ലെങ്കിലോ നിങ്ങൾ അല്ലാതെ ഒരു കോൺഗ്രസ് അനുഭാവികൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനൊപ്പം നിൽക്കുമോ? അത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് രേഖാമൂലം നമുക്ക് പാർട്ടി പറയാണ് നിങ്ങൾ സംരക്ഷണം ഒരുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുക്കും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ അല്ല, വൈകാരികമായിട്ട് എന്റെ പാർട്ടി നേതാക്കന്മാരോട് എല്ലാവരോടും. പിന്നെ ഞാനൊരു വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, രാഹുൽ എന്നുള്ളല്ല ഏതൊരു വ്യക്തിയെ തെരുവിൽ തടഞ്ഞാലും കോൺഗ്രസ് പ്രവർത്തകർ ആരാണെങ്കിലും അവരിടപെടും, സ്വാഭാവികമാണ്. കാരണം കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പമാണ്, സാധാരണ മനുഷ്യന്മാർക്കൊപ്പമാണ്. ഒരു മനുഷ്യനെ ആരെങ്കിലും തടയുന്നത് കണ്ടാൽ ചിലപ്പോൾ ഒരു CPMകാരനെ തടഞ്ഞാലും ശരി, ഒരുപക്ഷെ കോൺഗ്രസ് ഇടപെടും. എന്നാൽ നേതാക്കൾ രാഹുലിനെ സന്ദർശിച്ചതിൽ അതൃപ്തിയിലാണ് DCC. വിഷയം KPCCയെ അറിയിക്കും. രാഹുലിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനെതിരെ വ്യാപകമായി പോസ്റ്ററുകളും
ശ്രീകണ്ഠപുരത്ത് പ്രത്യക്ഷപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. ശബരിമലയിൽ ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രനട തുറന്നപ്പോഴാണ് രാഹുൽ ദർശനത്തിന് എത്തിയത്. ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് വിടാതെ ഭരണപക്ഷം. കാട്ടിലെ മാങ്കൂട്ടങ്ങളെക്കാൾ പ്രശ്നക്കാരായ മാങ്കൂട്ടങ്ങൾ നാട്ടിലുണ്ട് എന്നായിരുന്നു CPIM അംഗം വി ജോയിയുടെ പരിഹാസം. മാങ്കൂട്ടങ്ങൾ വലിയ ചാട്ടക്കാരാണ്. ചില ചാട്ടങ്ങൾ ബാംഗ്ലൂരിലുമെത്തി. ചാട്ടം ശരിയല്ല എന്ന് കണ്ട് മയക്കുവെടി വെക്കാൻ തീരുമാനിച്ചെങ്കിലും മയക്കുവെടി വെച്ചവർക്ക് നേരെ തിരിഞ്ഞുവെന്നും ജോയി വിമർശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണയുമായി രമേശ് പിഷാരടി. ആരോപണങ്ങൾ തെളിയും വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ടതില്ല. വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ല. രാഹുലിന്റെ സുഹൃത്തായതിനാൽ ഷാഫിക്കെതിരെയുള്ള വിമർശനം സ്വാഭാവികമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഇത് തെരുത്തലുകളൊക്കെ തുടങ്ങണമെങ്കിൽ എവിടുന്നോ തുടങ്ങണമായിരുന്നു. അതുകൊണ്ട് കൺക്ലൂഷൻ ആകുന്നത് വരെ, ഒരു തീരുമാനമാകുന്നത് വരെ, ഇനി വിധി വരുന്നതെന്ന് വരെ എന്ന് പറയാൻ പോലും ഒരു കേസ് പോലും ഇല്ലെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇത് എവിടുന്ന വിധി വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ അന്ന് വിവാദം വന്നപ്പോൾ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ആരോപണങ്ങളാണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ആരോപണങ്ങളാണല്ലോ, അത് വളരെ പ്രൂവിയായിട്ട് വളരെ അത് പറയും. അതെല്ലാവരും സുഹൃത്തുക്കളാണ്, അവരെല്ലാവരും ഒന്നിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ. ഒരു സർവ്വനാമം ചേർത്തേ പറയുള്ളൂ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തന പ്രശ്നം ഉണ്ടായാലും അടങ്കല്ലേ പറയുള്ളൂ. ഇപ്പം സൈബർ ആക്രമണത്തിനെതിരെ നടി റിനി ജോർജ് നൽകിയ പരാതിയിൽ കേസെടുത്തു. ആലുവ സൈബർ പോലീസാണ് കേസെടുത്തത്. രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, വിവിധ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയാണ് റിനിയുടെ പരാതി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് റിനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായത്. മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയാണ് ആലുവ സൈബർ പോലീസിന് കൈമാറിയത്. സൈബർ ആക്രമണത്തിനെതിരെ CPIM നേതാവ് KJ ഷൈൻ, തനിക്കെതിരെ നടക്കുന്നത് അപവാദ പ്രചരണമാണ്. രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കാനാണ് ശ്രമം. നിയമപരമായി നേരിടും. മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്നും KJ ഷൈൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടു. വിജയന്റെ മരണത്തിന് ഉത്തരവാദികളായ കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സന്ദർശനം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിനും നടപടിയെടുക്കണമെന്ന് വിജയന്റെ മരുമകൾ പത്മജ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. കോൺഗ്രസിലും കോൺഗ്രസ് നേതാക്കളിലും വിശ്വാസമില്ല എന്നും സെപ്റ്റംബർ 30 വരെ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം തുടങ്ങുമെന്നും കുടുംബം വ്യക്തമാക്കി. കത്തിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു, നേതാക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ക്രിമിനലായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും അവിടെ തന്നെ അവർ ഏതേത് സ്ഥാനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് അതാത് സ്ഥാനങ്ങളിൽ അവർ തുടരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നിലവിൽ. ആ കാര്യങ്ങൾ CMനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് കൊടുത്ത പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിനെതിരെയായിരുന്നു. കാരണം ഇന്ന് എനിക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കം പല സോഷ്യൽ മീഡിയയിലും വളരെ മോശമായിട്ട് എൻ്റെ ചിത്രമടക്കം വെച്ചിട്ടാണ് ഇപ്പം ഓരോരോ അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിന് വേണ്ട നടപടികൾ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ 5000-ലധികം പേർ രജിസ്റ്റർ ചെയ്തുവെന്ന് മന്ത്രി VN വാസവൻ. ആദ്യം രജിസ്റ്റർ ചെയ്തവർക്കാണ് മുൻഗണന. 3500 പേർക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. മാസ്റ്റർ പ്ലാൻ, വികസനം, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളും 1000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളും ചർച്ച ചെയ്യും. രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ, ദേവസ്വം, IT മന്ത്രിമാർ പങ്കെടുക്കും. തന്ത്രിയും പന്തളം കൊട്ടാരം പ്രതിനിധികളും പങ്കെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. പരിപാടിയിലേക്ക് കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചിരുന്നുവെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല എന്നും VN വാസവൻ വ്യക്തമാക്കി. രൂപയുടെ മൂല്യത്തിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ. ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം ഇടിഞ്ഞ് 88.01 എത്തി. 16 പൈസയുടെ നഷ്ടമാണ് സംഭവിച്ചത്. 87.93 വ്യാപാരം ആരംഭിച്ചപ്പോഴുള്ള നില. ഇത് പിന്നീട് കുറയുകയായിരുന്നു. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചത് ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടമാകും എന്നായിരുന്നു വിലയിരുത്തൽ. എങ്കിലും ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായിരുന്നു നേരിട്ടത്. സംസ്ഥാനത്തെ സ്വർണ്ണ വിലയിലും കുറവുണ്ടായി. പവന് 400 രൂപയും ഗ്രാമിന് 50 രൂപയുമാണ് താഴ്ന്നത്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന്
81,520 രൂപയും ഗ്രാമിന് 10,190 രൂപയുമാണ് വില. US ഫെഡറൽ റിസർവ് പ്രധാന പലിശ നിരക്ക് 0.5% കുറച്ചു. ഈ വർഷം ആദ്യമായാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചത്. ഈ വർഷം 2 തവണ കൂടി നിരക്ക് കുറയ്ക്കുമെന്നും 2026 ഒരു തവണ കൂടി നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചതായും അധികൃതർ വ്യക്തമാക്കി. US തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഫെഡ് റിസർവ് ചെയർപേഴ്സൺ ജെറോം പവലിന്റെ വിശദീകരണം. വാഹന, വ്യക്തിഗത, വിദ്യാഭ്യാസ വായ്പാ പലിശയും ക്രെഡിറ്റ് കാർഡ് പലിശയും കുറയാൻ സഹായിക്കുന്നതാണ് തീരുമാനം. അതേസമയം പലിശ നിരക്ക് കുറയുന്നത് ഡോളറിലെ നിക്ഷേപം കുറച്ചേക്കുമെന്നും വിലയിരുത്തലുണ്ട്. ഗാസയിൽ ഇസ്രായേലിന്റെ കരയാക്രമണം തുടരുന്നു. ഇന്ന് മാത്രം 79 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഗാസയിൽ നടക്കുന്ന വംശഹത്യയിൽ ഇസ്രായേലിനകത്ത് സർക്കാരിനെതിരെ പ്രതിഷേധം കനക്കുന്നുണ്ട്. ആക്രമണത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അമർഷം പ്രകടിപ്പിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഗാസ കത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അഭിലാഷ്, ഇസ്രായേൽ ഗാസയിലേക്ക് കരയാക്രമണം ആരംഭിച്ചത് മുതൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മാത്രം 150-ന് മുകളിൽ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. 500ഓളം പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കുട്ടികളുടെ ആശുപത്രി അടക്കം തകർക്കുന്ന തരത്തിലേക്ക്, കെട്ടിടങ്ങൾ തകർക്കുന്ന തരത്തിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം നടക്കുകയാണ്. നേരിട്ട് ഇതിനു മുമ്പ് വിമാനത്തിലൂടെ ബോംബ് വർഷിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ നേരിട്ട് ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ആക്രമണം നടത്തുകയാണ്. സിവിലിയൻസിനെ നേരെ വരെ ആക്രമണങ്ങൾ നടത്തുന്നതാണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ച. വലിയ രീതിയിൽ ലോകരാജ്യങ്ങൾ അപലപിക്കുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ദിവസേന കഴിഞ്ഞ ആഴ്ച മാത്രം 1300 ആളുകളെയാണ് ഇവർ കരുതൽ തടങ്കലിലേക്ക് അല്ലെങ്കിൽ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ ഡിറ്റൻഷൻ സെന്ററുകളിലെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. മാസങ്ങളായി ഒരേ വസ്ത്രം ധരിച്ച് കൃത്യമായ ഭക്ഷണമില്ലാതെ ഒരു സെല്ലിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ഇട്ട് പലസ്തീനികളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേലിനകത്ത് തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ആളുകളുടെ ബന്ധുക്കൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. ഇത്തരത്തിൽ ഈ ഒരു നീക്കമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നെങ്കിൽ തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. അവരുടെ ജീവനെ തന്നെ ആപത്താക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു കോടതിയിൽ എത്തിയപ്പോൾ കോടതിക്കകത്ത് തന്നെ ഈ ബന്ദികളുടെ ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇത്തരത്തിൽ ഇസ്രായേലിനകത്ത് പ്രതിഷേധം നടക്കുന്നു. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കരയുദ്ധത്തിൽ കരമാർഗം ഗാസയിലേക്ക് നടത്തുന്ന ആക്രമണത്തെ വലിയ രീതിയിൽ അപലപിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോൺ ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. വലിയ രീതിയിലുള്ള അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും വേഗം ഈ ഒരു നീക്കത്തിൽ നിന്ന് നെതന്യാഹു പിന്മാറണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ GCC രാജ്യങ്ങളടക്കം ഖത്തറിലേക്ക് നെതന്യാഹു നടത്തിയ ആക്രമണം, ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് GCC രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. ഇസ്രായേലിനോടുള്ള GCC രാജ്യങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ഏത് ആക്രമണവും അത് മറ്റെല്ലാ രാജ്യങ്ങളിലും നടത്തുന്ന ആക്രമണമായി കണക്കാക്കി ഒരുമിച്ചൊരു ആക്രമണമായിരിക്കും ഇസ്രായേലിന് നേരെ ഉണ്ടാവുക. അത് ഒരുപക്ഷെ ആയുധം ഉപയോഗിക്കാതെ ആയിരിക്കും, വലിയ രീതിയിലുള്ള സാങ്ഷൻസ് ആയിരിക്കും, ഉപരോധങ്ങളായിരിക്കും. പക്ഷെ അതെല്ലാം നേരിടാൻ ഇസ്രായേൽ തയ്യാറായിരിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ GCC രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 1300 പേര്, കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 1300 പേരെയാണ് ഇപ്പോൾ ഗാസയിൽ ഇവർ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുന്നത്. കുട്ടികളെ അടക്കം അതിൽ നിരവധി പേർ പട്ടിണി കടന്നു മരിച്ചു എന്നുള്ള വിവരങ്ങളും സങ്കടകരമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഗാസയിലേക്ക് ഉണ്ടാകുന്നത്. അഭിലാഷ്, ഗാസയിൽ കരയാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയെന്ന് ഗാസയിൽ സേവനമനുഷ്ഠിക്കുന്ന മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാർ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനില്ല. ഒരു വഴിയുമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയാണ് എന്നും ഡോക്ടർ സന്തോഷ് ന്യൂസ് 18നോട് പറഞ്ഞു.
കെട്ടിടത്തിനകത്ത് പരിക്കേറ്റ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് പരിക്കേറ്റ ആൾക്കാരെ കുറിച്ച് യാതൊരു ധാരണയും ആർക്കുമില്ല. കാരണം അവരെ കുറിച്ച് കണക്കെടുക്കാനോ അവരെവിടെയാണെന്നോ നോക്കാൻ പോലും അതിനെ രക്ഷപ്പെടുത്താനോ ഒന്നും പോലും കഴിയത്തില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും എത്തുന്ന ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് കെട്ടിടത്തിനകത്ത് കുടുങ്ങിയും കിടക്കുന്നവരും പ്രായമുള്ളവരും വികലാംഗരും ഒക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആർക്കും ഒന്നും തന്നെയില്ല. ആശുപത്രികൾക്കകത്ത് ഇതുപോലെ ഭീഷണി വരുമ്പോൾ ആശുപത്രിയിൽ ICUയിൽ കിടക്കുന്ന ആൾക്കാരും വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്കാരും ഉപേക്ഷിച്ചിട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഓടാനല്ലാതെ വേറൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ്. പട്ടിണി കൊണ്ട് മരണം മാത്രമല്ല, അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അതിഗുരുതരമാണ്. കാരണം ഭക്ഷണം ഇല്ല, എന്തെങ്കിലും ചെറിയ ഭക്ഷണമുള്ള ആൾക്കാരിൽ നിന്നും ഭക്ഷണം പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പിടിച്ചു വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെ ആണുങ്ങൾ ഇല്ലാതെ മരിച്ചു പോകുമ്പോൾ സ്ത്രീകൾക്ക് ഇതുപോലെ ഈ പറഞ്ഞ ഭക്ഷണം കിട്ടുവാനായിട്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടി വരുന്നുണ്ട്. സ്ത്രീകളടക്കം മരിച്ചു വീഴുന്നുണ്ട്. കുട്ടികളെ നോക്കാൻ ആളില്ലാതാകുന്നു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് നിരാശ. ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്ന നീരജ് ചോപ്ര 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 84.03 നീരജ് ടോക്യോയിൽ കണ്ടെത്തിയ മികച്ച ദൂരം. बॉडी लैंग्वेज बहुत अच्छी नहीं दिखी, लेकिन वो जो 3 वर्चुअल लाइन थी वो बता रही थी फिलहाल गोल्ड सिल्वर ब्रॉन्ज कहां है. सिल्वर से थोड़ा सा पीछे था. जी नॉर्मली അതേസമയം ഇന്ത്യയുടെ സച്ചിൻ യാദവ് അവിശ്വസനീയമായ കുതിപ്പിലൂടെ 4ാം സ്ഥാനത്തെത്തി. 86.27 മീറ്റർ ദൂരമെറിഞ്ഞ സച്ചിൻ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ട്രിനിഡാഡ് താരം കെഷോൺ വാൽക്കോട്ടിനാണ് സ്വർണം. नंबर 1 तो नहीं, लेकिन नंबर 1 के बहुत पास सचिन यादव का पहला भाला गया है. कल के दिन 83.67 उनका पर्सनल बेस्ट था. ये पर्सनल बेस्ट भी है 86.27. ഫിഫ റാങ്കിങ്ങിലെ 1ാം സ്ഥാനം അർജന്റീനയ്ക്ക് നഷ്ടമായി. 2 കൊല്ലവും 5 മാസവുമായി 1ാം സ്ഥാനത്ത് തുടർന്ന ശേഷമാണ് ലോക ചാമ്പ്യന്മാരുടെ വീഴ്ച. സ്പെയിൻ 1ാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അർജന്റീന 3ാമതായി. ലോകകപ്പിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസാണ് 2ാം സ്ഥാനത്ത്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇക്വഡോറിനോട് തോൽവി നേരിട്ടതാണ് അർജന്റീനയ്ക്ക് തിരിച്ചടിയായത്. ബൊളീവിയയോട് തോറ്റ ബ്രസീൽ 5ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. 134ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇടവേള.